കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം രാജിവെച്ചു. മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. ഭരണമാറ്റത്തിന് പിന്നാലെയാണ് പടിയിറക്കം. സെയ്ഫ് സൈനുലബ്ദീനുണ്ട് വിവരങ്ങൾ നൽകാൻ. സെയ്ഫ, രാജി അനിവാര്യമായ ഘട്ടത്തിലാണോ ഈ പടിയിറക്കം? അതെ ദിവ്യ, രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പിണറായി വിജയൻ നിയമിച്ച ആളാണ്, പുതിയ സർക്കാരാണ് അധികാരത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നാൽ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് കിഫ്ബി സിഇഒ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. മിനി ആന്റണി അഡീഷണൽ ഡയറക്ടറാണ്, അവർക്ക് താൽക്കാലിക സിഇഒയുടെ ചുമതല നൽകിയിട്ടുമുണ്ട്. ഇതിൽ വലിയ കൗതുകരമായ ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്ത സമയത്താണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അദ്ദേഹം കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിന് നിയമനിർമ്മാണം ചട്ടഭേദഗതി വരുത്തുകയും ചെയ്തത്. അതിന്റെ പേരിൽ ആദ്യ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പദ്ധതികൾ കേരളത്തിൽ നടപ്പായത് കിഫ്ബി വഴിയായിരുന്നു. രണ്ടാം സർക്കാരിന്റെ കാലത്ത് കുറെ പദ്ധതികൾ നടപ്പായി. പാലം അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ പാലം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പായി. പല ഘട്ടങ്ങളിലും ഇടതുമുന്നണി പ്രചരണത്തിലുടനീളം പറഞ്ഞിട്ടുള്ളത് കിഫ്ബിയെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ എല്ലാ മണ്ഡലത്തിൽ നിങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് കിഫ്ബിയുടെ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ തിരിച്ച് ഇടതുമുന്നണിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കിഫ്ബിയുടെ ഭാവി എന്താകും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കിഫ്ബി വഴി നടക്കുന്ന പദ്ധതികൾ നിലവിലുണ്ട്. അതിനെ സംസ്ഥാന സർക്കാർ മറ്റൊരു തരത്തിൽ ഏറ്റെടുക്കുമോ, അതോ ഇതുവരെ വിമർശിച്ചുകൊണ്ടിരുന്ന കിഫ്ബിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പുതിയ സർക്കാരിന് കഴിയുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് പോകേണ്ടതില്ല എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടായിരുന്നോ? ഇല്ലല്ലോ. കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങളിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദീപ സൂചിപ്പിച്ച പോലെ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി കളയണം എന്നുള്ള വാദമൊന്നും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ ഭാവി, കിഫ്ബി എന്ന് പറയുന്ന ആ സംവിധാനത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് പുതിയ സർക്കാരാണ്. രണ്ടാം സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ, പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിന്റെ കാലത്തേക്ക് വരുമ്പോൾ അതിനെ കൂടുതൽ ഇത് ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അത് കെ.എൻ. ബാലഗോപാലിന്റെ ഒരു നിലപാട് കാരണമാണ് അങ്ങനെ അതിൽ ഊന്നിക്കൊണ്ടുള്ള കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാതിരുന്നത്. ഇനിയിപ്പോൾ പുതിയ സർക്കാർ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ കിഫ്ബിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ പുതിയ സിഇഒ ആര്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ദിവ്യ. അല്ല, അക്കാര്യത്തിൽ ഈ UDF ചേർന്നെടുക്കുന്ന ഒരു നയപരമായ നിലപാട് തന്നെയായിരിക്കുമല്ലോ പ്രധാനപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ. അതെ, അത് നയപരമായി എടുക്കേണ്ട തീരുമാനമാണ്. ഇടതുമുന്നണി അത് നയപരമായി എടുത്ത തീരുമാനമായിരുന്നു. അതാണ് ബജറ്റിലെ പ്രഖ്യാപനമായിട്ട് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇടതുമുന്നണി ഉയർത്തിപ്പറഞ്ഞിട്ടുള്ള സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത്. പക്ഷേ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ വിമർശനം ഉന്നയിച്ചത് കിഫ്ബി വഴി ഒരുപാട് പണം ചെലവഴിച്ച് പൈസ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി ചെലവാക്കി എന്നടക്കമുള്ള വിമർശനങ്ങൾ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ വരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പുതിയ സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് അത് നയപരമായ തീരുമാനമാണ്. എങ്കിലും ഞാൻ സൈഫിലേക്ക് വരാം. ഇപ്പോൾ N. പ്രശാന്ത് IAS ചേരുകയാണ് മീഡിയ വണ്ണിനൊപ്പം. ശ്രീ N. പ്രശാന്ത്, താങ്കൾ തന്നെ ഈ കിഫ്ബിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അനാവശ്യമായ ഒരുപാട് കോടികൾ ഈ കിഫ്ബിയിലൂടെ പദ്ധതികൾക്കായി ചെലവഴിക്കുന്നു എന്നത്. ഇപ്പോഴത്തെ ഈ K.M. എബ്രഹാമിന്റെ രാജി എങ്ങനെ കാണുന്നു? UDF സർക്കാർ ഇനി അധികാരത്തിലേറുമ്പോൾ കിഫ്ബിയുടെ ഭാവിയെ സംബന്ധിച്ച് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഞാനിതില് കിഫ്ബിയെ രൂക്ഷമായി വിമർശിച്ചു എന്നല്ല, അതിന്റെ നടത്തിപ്പും അതിന്റെ നിയമം പാലിക്കാതെ തെറ്റായ രീതിയിൽ നടപ്പിലാക്കിയ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മാത്രമല്ല ആ ഒരു നടത്തിപ്പ് കാരണം സർക്കാരിനുണ്ടായ നഷ്ടങ്ങളെ കുറിച്ചും ഒക്കെയാണ്. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. 10 വർഷം മുമ്പ് വിരമിച്ചതാണ്. അദ്ദേഹത്തിന് വേണ്ടി ചട്ടങ്ങൾ പലതും മാറ്റിയിട്ടുണ്ട്. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എക്സ് ഒഫീഷ്യോ സെക്രട്ടറി വരെ ആക്കുന്ന രീതിയിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ചട്ടങ്ങളിലും അമെന്റ്മെന്റും ഒക്കെ വരുത്തിയിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഓൾ ഇന്ത്യ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു IAS ഓഫീസേഴ്സിന് മാത്രം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാഡർ തസ്തികയായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ CM എന്ന് പറഞ്ഞ തസ്തികയിൽ റിട്ടയർ ചെയ്തതിന് ശേഷവും തുടരുകയും ചെയ്തു കാഡർ പോസ്റ്റിൽ. അപ്പൊ അത് നിയമവിരുദ്ധമാണെന്ന് കാറ്റ് എന്ന ഉത്തരവ് വന്നതാണ് അസോസിയേഷൻ നടത്തിയ കേസിൽ വിധിയായിട്ട്. അപ്പൊ ആ വിധി വന്നിട്ട് തന്നെ 2-3 മാസമായി. എന്നിട്ട് ഇത്രയും നാളിന് ശേഷമാണ് അദ്ദേഹം രാജിവെച്ചതായിട്ട് കേൾക്കുന്നത്. അതും പക്ഷെ കിഫ്ബിന്നാണോ അതോ
പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, CM എന്ന് പറഞ്ഞിട്ടുള്ളൊരു തസ്തികയിലും അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അത് രാജിവെച്ചിട്ടുണ്ടോ എന്നും വ്യക്തമായിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ വാർത്തയിൽ കണ്ടതേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ എൻ പ്രശാന്ത് പ്രതികരിച്ചതിന്. KM എബ്രഹാം അങ്ങനെ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. ഭരണമാറ്റം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ രാജി.